ആടിയും പാടിയും അങ്ങനെ കൊട്ടും പാട്ടുമായി കുരവയിട്ടൊക്കെ നൃത്തം ചവിട്ടിയും ഈ തെരഞ്ഞെടുപ്പ് ഉത്സവത്തെ മഹനീയമാക്കിയാണ് മലബാറിന്റെ മലപ്പുറത്തിന്റെ നമ്മളെ BJP-യുടെ പ്രകടനത്തിനിടയിലാണെന്ന് തോന്നുന്നു നമ്മുടെ ക്യാമറ. ഒരുപക്ഷെ അവിടെ ആളുകൾ വരുന്നതേ ഉണ്ടാവുന്നുള്ളൂ. തുടങ്ങിയിട്ടേയുള്ളൂ മലപ്പുറത്ത്. അരുൺ അമൃതനാഥുണ്ട്. അരുൺ, എവിടെയൊക്കെ എന്തൊക്കെ? ആദ്യം രാജീവ് സാർ പറഞ്ഞതുപോലെ തന്നെ ആദ്യം എത്തിയത് BJP-ക്കാർ തന്നെയാണ്. BJP-ക്ക് എന്ത് പ്രസക്തി എന്ന ചോദ്യമാണ് ഈ മണ്ഡലത്തിൽ മലപ്പുറം മണ്ഡലത്തിൽ എന്തായാലും ഉണ്ട്. പക്ഷേ പ്രസക്തി ഉണ്ടെന്ന് അറിയിക്കാനുള്ള ഒരു പ്രകടനം, സംഘടനാ ശക്തി മലപ്പുറത്ത് അറിയിക്കാനുള്ള ഒരു ശ്രമമാണ് എന്തായാലും BJP ഇവിടെ നടത്തുന്നത്. BJP-യുടെ ഒരു പ്രകടനമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മലപ്പുറത്തെ സംബന്ധിച്ച് ഇന്നലെ ഉൾപ്പെടെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇവിടെ പോരാട്ടത്തിനേക്കാൾ ഉപരി ഭൂരിപക്ഷം ഈട്ടിയുടെ മത്സരം എന്തായാലും ഈട്ടിയുടെ ഭൂരിപക്ഷത്തോടായിരിക്കും. അത് PK കുഞ്ഞാലിക്കുട്ടിയോടും അബ്ദുൾ സമദ് സമദാരിയോടും ഒക്കെ ആവാം. കാരണം ഈ 2019-ലെയും 2021-ൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലെയും ഒക്കെ ഭൂരിപക്ഷത്തിനൊപ്പം എത്താനും അതിനെ മറികടക്കാനും ഒക്കെയുള്ള ശ്രമമാണ് ഈട്ടി ഇവിടെ നടക്കുന്നത്. അപ്പോൾ വസീഫിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ രാവിലെ തൊട്ട് തന്നെ ഇന്നലെ ഉറക്കമൊഴിഞ്ഞ പ്രചരണത്തിലായിരുന്നു വസീഫ്. രാവിലെ എന്റെ വാട്സാപ്പ് നോട്ടിഫിക്കേഷൻ ആദ്യം കണ്ടത് 3:10 വസീഫ് പെരിന്തൽമണ്ണ മാർക്കറ്റിൽ പ്രചരണം നടത്തുന്ന ദൃശ്യങ്ങളാണ്. വളരെ എനർജി ആദ്യ ദിനം മുതൽ അങ്ങനെ മലപ്പുറത്ത് സാധാരണ നിലയ്ക്ക് LDF സ്ഥാനാർത്ഥി ഉറക്കം വിളിച്ച് പ്രചരണം നടത്തണമെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമല്ലോ. സമസ്തയുടെ വോട്ടുകൾ, ഷജറ വോട്ടുകൾ കംപ്ലീറ്റ് ആയിട്ട് വസീഫ് പിടിച്ച് മലപ്പുറം ജയിക്കുമോ ഈറ്റിയെ തോപ്പിച്ച്? വസീഫിന്റെ ഒരു മോട്ടോ എന്ന് പറയുന്നത് 2004-ൽ TK ഹംസയ്ക്ക് ശേഷം 2024-ൽ വസീഫ് എന്നതാണ് LDF-ന്റെ ഒരു തിയറി എന്ന് പറയുന്നത്. പക്ഷേ അത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ എക്കാലത്തെയും ലീഗിന്റെ ഡിഫൻസ് എന്തായാലും സ്ട്രോങ് ആണ്. 2004-ൽ എന്തായാലും മഞ്ചേരിയിൽ ആ ഒരു ക്ലാസിക് അട്ടിമറിക്ക് ശേഷം, TK ഹംസയുടെ അട്ടിമറിക്ക് ശേഷം എല്ലാ തെരഞ്ഞെടുപ്പിലും TK ഹംസയുടെ പേര് ഇടതുപക്ഷം പറയുന്നതല്ലാതെ ഈ TK ഹംസ ആവർത്തിക്കുമെന്ന് പറയുന്ന ഒരു 4ാമത്തെ തെരഞ്ഞെടുപ്പെങ്കിലും ആയി ഇത്. അതിനും അപ്പുറത്തേക്കൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ വസീഫ് വലിയൊരു ആത്മവിശ്വാസവും ഊർജ്ജവും കാണിച്ചിട്ടുണ്ട്. വസീഫ് എന്നോട് പേഴ്സണലി പറയുകയാണ്, കണ്ടില്ലേ ആളുകളെ കണ്ടില്ലേ, ചുരുങ്ങിയത് 1 ലക്ഷമെങ്കിലും ഭൂരിപക്ഷം കാണില്ലേ എന്നൊക്കെ തരത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് ശക്തമായ പ്രചാരണം അവിടെ കാഴ്ചവെക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു ക്ലിയർ ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ചിത്രം, ഈ ഒരു പ്രചരണം ഇത് എത്രത്തോളം, ഈ ഒരു വസീഫ് കാണിക്കുന്ന ഊർജ്ജം അത് എത്രത്തോളം ഒരു ഭൂരിപക്ഷത്തിൽ ഇളക്കം ഉണ്ടാക്കാൻ സാധിച്ചാൽ തന്നെ അത് വസീഫിന് വലിയ കോട്ടയ്ക്ക് എന്നുള്ള ദൃശ്യങ്ങളാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടെ BJP പ്രവർത്തകരാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. BJP-ക്ക് എന്ത് എന്ന ചോദ്യം ഉള്ളപ്പോൾ അവർ ആവേശത്തിൽ അത് ഒട്ടും കുറവ് വരുത്തുന്നില്ല എന്നുള്ളത്. സലാം ആണ് അവിടുത്തെ BJP-യുടെ സ്ഥാനാർത്ഥി.